വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് കേരളത്തിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനി പത്രത്തിനെതിരായിട്ട്. നമ്മുടെ KSU നേതാവായിരുന്ന ആലപ്പുഴയിലെ അൻസിൽ ജലീൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയത് ദേശാഭിമാനിയാണെന്ന് ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ചാരക്കേസ് തുടങ്ങി വെച്ചത് ഞങ്ങളാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ പത്രമാണ് ദേശാഭിമാനി. ഏറ്റവും വലിയ കള്ളപ്രചരണമാണ് ചാരക്കേസിന്റെ പേരിൽ നടത്തിയത് എന്ന് പിന്നീട് വ്യക്തമാക്കി. മോൻസൺ മാവുങ്കലിന്റെ വ്യാജ ചെമ്പോലയ്ക്ക് അതിന് ആധികാരികത ഉണ്ടാക്കി കൊടുത്ത പത്രം ദേശാഭിമാനിയാണ്. അവസാനം എന്തെല്ലാം കാര്യങ്ങളാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത്. മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന അദ്ദേഹത്തിന് KM മാത്യു സാറിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യാജ കത്തുണ്ടാക്കി പ്രചരിപ്പിച്ച പത്രമാണ് ദേശാഭിമാനി. മുഖ്യമന്ത്രി ആരെയൊക്കെ പുസ്തകം വായിച്ചല്ലോ ഇതിൻ്റെ ഇടയിൽ. മുഖ്യമന്ത്രി ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകം കൂടി ഒന്ന് വായിക്കണം. അതിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴും ഇരിക്കുന്ന പലരെക്കുറിച്ചും വ്യാജ വാർത്ത ചമച്ചവരെ കുറിച്ചുമൊക്കെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥ ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല.